ഇപ്പൊ കേൾക്കുന്നത് നല്ലോണം മനസ്സിലാക്ക്. എനിക്ക് ആശ എല്ലാവരോടും ശബ്ബാസ് ശാലോം പറയാൻ, എന്റെ ബന്ധുക്കാരോട്, എന്റെ കാക്കാനോട്, എന്റെ അനിയന്മാരോട്, എന്റെ ചേട്ടത്തിമാരോട് എല്ലാവരോടും ശബ്ബാസ് ശാലോം. തമ്പുരാൻ സഹായിച്ച് ശബ്ബാസിന് തിന്ന് കുടിച്ചോണ്ട് കിടക്കാൻ പോ. കാലത്ത് മറക്കല്ലേ എണിക്കാൻ പള്ളി പോവാൻ. ഇന്ന് കാലത്ത് വേലക്ക് പോവാൻ വണ്ടിയായിട്ട് ഇറങ്ങിയപ്പ വതിയിൽ ഒരാള് കുടിച്ച് പണ്ടാരായിരിക്കണ്. ഞാൻ വണ്ടി നിർത്തിക്കൊണ്ട് ചോദിച്ചു, എന്തായി, എന്ത് പറ്റി, എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അവനിക്ക് 50 രൂപ വേണമെന്ന്. ഞാൻ ചോദിച്ചു എന്തേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കള്ള് മേടിക്കാൻ. ഞാൻ പറഞ്ഞു നീ പോയി ചാവട ചത്ത പൊട്ടൻ. ഉച്ചക്ക് സിപ്പോറാച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു സിപ്പോറാച്ചിനോട് വല്ലതും തിന്നാനുണ്ടോ സിപ്പോറാച്ചി. അപ്പൊ സിപ്പോറാച്ചി പറഞ്ഞു അയ്യോ മോനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു സിപ്പോറാച്ചി ഞാൻ പോയി മീൻ മേടിക്കട്ടെ. സിപ്പോറാച്ചി പറഞ്ഞു കൊള്ളാം മോനെ, നമുക്ക് ഉച്ചക്ക് തിന്നാ. അപ്പൊ ഞാൻ പോയി മീൻ മേടിച്ച് സിപ്പോറാച്ചിക്ക് കൊടുത്തു. സിപ്പോറാച്ചി അത് മുറിച്ചുകൊണ്ട് നല്ല അസലായിട്ട് മീൻ കൂട്ടാനും ചോറും വേവിച്ച് അത് നമ്മ തിന്ന്. ഇന്നലെ രാവ് തീവണ്ടിയില് ഐപ്പേല് പോയിട്ടുണ്ടായിരുന്നു. തീവണ്ടിയില് കേറിയപ്പ ഒരുത്തൻ കയ്യും കാലും നീട്ടിയിരിക്കണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പ അവന് സിഗരറ്റ് കത്തിച്ചു. ഞാൻ എനിക്ക് പറഞ്ഞു ഇവിടെ സിഗരറ്റ് വലിക്കാൻ പല വെക്കം നിറയ്ക്കാൻ പറഞ്ഞു. അവനിക്ക് ദേഷ്യം കയറി കയ്യും കാലും പൊക്കിക്കൊണ്ട് തല്ലാൻ പറ്റും. ഞാൻ ചെപ്പിക്കിട്ട് ഒരടി എടുത്തു. പെട്ടെന്ന് കത്തി ഇറക്കിക്കൊണ്ട് കുത്താൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം കയറി. ഞാൻ കാല് പൊക്കി ഓടി ചവിട്ട് കൊടുത്തിട്ട് വീണത്ത് എനിക്കാൻ സഹിച്ചില്ല. ഞാൻ പറഞ്ഞു നീ പോയി ചാവടാന്ന് പറഞ്ഞു. അത് ഞാൻ വീട്ടിൽ പോയി. ഒരു കുറുക്കനിക്ക് വിശന്നിരിക്കണായിരുന്നു. വതിയിൽ ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് മുന്തിരിങ്ങ കണ്ട്. അങ്ങോട്ട് കേറാൻ നോക്കിയപ്പോ കേറാൻ സഹിക്കണ്ട. ഇടയിൽ കൂടി ഇങ്ങനെ കേറി ഉള്ളില് 3 ദിവസം മുന്തിരിങ്ങ തിന്ന് തിന്ന് വയറ് വീർത്ത് പണ്ടാരായി. അവിടുന്ന് ഇറങ്ങാൻ നോക്കിയപ്പോ ഇറങ്ങാൻ സഹിക്കണ്ട. 3 ദിവസം നോൻപ് പിടിച്ചോണ്ട് പുറത്തിറങ്ങി. ചത്ത പൊട്ടൻ ഈ കുറുക്കൻ. സിപ്പാതുമാടെ ഉമ്മ പറഞ്ഞു മോളെ നമുക്ക് മുത്തിമാക്ക് വല്ലതും തിന്നാൻ കൊടുക്കാൻ പോണം. സിപ്പാതുമാടെ ഉമ്മ ഒരു സഞ്ചില് ഇത്തിരി ചോറും കൂട്ടാനും ഇത്തിരി അച്ചാരൂക്കെ വെച്ചു കൊടുത്തു. അതെടുത്ത് പുറത്തിറങ്ങിയപ്പോ ഒരു കുറുക്കൻ വന്നു. ഇങ്ങോട്ട് പോണേന്ന് ചോദിച്ചു. സിപ്പാതുമ പറഞ്ഞ് എന്റെ മുത്തിമാക്ക് തിന്നാൻ കൊടുക്കാൻ പോണേണ്. ആ കുറുക്കൻ നേരെ പോയി മുത്തിമാനെ തിന്നു. സിപ്പാതുമ എത്തിയപ്പ മുത്തിമാനെ കണ്ടപ്പ ചോദിച്ചു, മുത്തിമ എന്റെ മുത്തിമാടെ കണ്ണിങ്ങനെ വലുതായിരിക്കണേ, മോളെ കാണാൻ മോളെ. എന്റെ മുത്തിമാടെ വായ വലുതായിരിക്കണേ, മോളെ തിന്നാൻ മോളെ. കുറുക്കൻ ചാടിയപ്പ ഒരാള് തോക്കായിട്ട് വന്ന് വെടിവെച്ച് ആ കുറുക്കനെ കൊന്നു. തമ്പുരാൻ സഹായിച്ച് സീറിയം തീർന്നു. നോൻപൊക്കെല്ലാം നല്ലോണം തീർന്നു. ഇനി തമ്പുരാൻ സഹായിച്ച് ഈ കിപ്പൂറും കൂടെ മാറി കിട്ടിയാല് മനുഷ്യൻ ജയിച്ചു. യോസേപ്പായിക്ക ശോശന്നാച്ചിനോട് പറഞ്ഞ്, ശോശന്ന 3 മാസായി ഞാനൊരു ദോശയും ചമ്മന്തി തിന്നിട്ട്. അപ്പൊ ശോശന്നാച്ചി പറഞ്ഞ് അയ്യോ വീട്ടിലൊന്നും ഇല്ല, തേങ്ങാപ്പീര ഇല്ല, മാവ് പൊടി ഇല്ല, എന്താക്കും? യോസേപ്പായിക്ക പീടികയിൽ പോയി എല്ലാം മേടിച്ച് ശോശന്നാച്ചി ദോശ ചുട്ട് ചമ്മന്തി ഉണ്ടാക്കി 2 പേരും നല്ലോണം തിന്ന്. എന്തായി പെണ്ണെ, കല്യാണം കഴിക്കാൻ സമയായില്ലോ? മോതിരം വേണ? അയ്യോ കുമ്പട്ടിക്കാണ്. മോതിരം വേണ? ഓ നല്ല അസല് മുത്തല്.